Hi, Namaste. Welcome back to my channel, Vintina. MCX മാർക്കിൽ എങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം ഇന്നത്തെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പെർഫോമൻസ് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ മോർണിംഗിലൊക്കെ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റിയ മാർക്കറ്റാണ് MCXൻ്റെ, അതും ഗോൾഡും സിൽവറിലും. അപ്പോൾ ഇന്നത്തെ ഗോൾഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് അപ് ട്രെൻഡാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇന്നലെ വന്ന അപ് ട്രെൻഡ്, അതായത് ബൈസിക്കിലൂടെ നമ്മൾ സോഫ്റ്റ് 680 പോയിന്റാണ് മാർക്കറ്റ് കയറി നിൽക്കുകയാണ്. അതേപോലെ തന്നെ സിൽവറിലാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു, ഇന്ന് മാർക്കറ്റ് അപ് ട്രെൻഡിൽ കയറിയിട്ടുണ്ട്. 400 പോയിന്റോളം 450 പോയിന്റോളം ബൈ കയറി നിൽക്കുകയാണ്. ഇപ്പോഴും ബൈ കണ്ടിന്യൂഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം. അതേപോലെ ഫേക്ക് അപ്ഡൗൺസ് തിരിച്ചറിയാം. എൻട്രി എക്സിറ്റ് കറക്റ്റായിട്ട് കാണിച്ചിരും. ഒരു എൻട്രി നമുക്ക് മിസ്, അതായത് ഓൾറെഡി നമ്മൾ ട്രേഡ് എപ്പോഴും ട്രേഡിലിരിക്കാൻ പറ്റില്ല. നമ്മൾ ചില സമയത്ത് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കയറിയിട്ടുണ്ടാവും. ഇത്രയും കണ്ടിന്യൂഷൻ ആയിട്ട് ഡൗൺ സൈഡ് പോകും, അല്ല അപ് ട്രെൻഡ് കയറുമോ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു എൻട്രി മിസ് ആൻഡ് നെക്സ്റ്റ് എൻട്രി എടുക്കാൻ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടെ ഫേക്ക് ആയിട്ട് പോകുന്ന അപ് ഡൗൺസ് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് ആക്ച്വലി ലേറ്റസ്റ്റ് വേർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിമ്പിളാണ്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് വേർഷൻ ഗോൾഡിൽ തന്നെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരും. ഇതിനകത്ത് ലാസ്റ്റ് വന്ന ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ തന്നിരിക്കുന്നത്. ആ ബൈ തന്ന സമയമാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റ് ആണ് അതിൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഇന്നലെ ഓൾമോസ്റ്റ് നമുക്ക് 7 മണിക്ക് 15 മിനിറ്റ് മുമ്പ് വന്നതാണ്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് കയറി ഇപ്പോഴും 650 പോയിന്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ അലേർട്ട് മെസ്സേജ് അലേർട്ടായിട്ട് സിഗ്നൽസ് വരും. അതോടൊപ്പം ഡീറ്റെയിൽസ് മുകളിൽ താഴെ ഉണ്ടാവും. 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്, 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സിഗ്നൽ ട്രേഡ് എടുത്ത് നമ്മൾ ഇവിടെ നിന്നാണ്, ഈ പോയിന്റിൽ നിന്നാണ്. കാരണം കൺഫർമേഷൻ താഴെ ലെവലും മേലത്തെ ക്യാൻഡിൽ കളറും ഒന്നിച്ച് ഈ 2 കൺഫർമേഷൻ ആണ് മെയിൻ നോക്കേണ്ടത്. ഇവിടെ ബൈസോൺ ഓട്ടോമാറ്റിക്കലി വന്നുള്ളൂ. ഇത് രണ്ടും ഒക്കെയാണ് അടുത്ത ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫർമേഷൻ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറി അവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ക്ലോസിംഗ് ലെവൽ ആയപ്പോഴത്തേക്കും മാർക്കറ്റ് ഒന്ന് ഇടിയാൻ നോക്കി. പക്ഷെ അവിടെ ഒരു ഡൗൺ സൈഡ് തന്നിട്ടില്ല. കാരണം ഇതൊരു റിട്രേസ്മെന്റ് ആയിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഇവിടെ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഇറങ്ങാം. പക്ഷേ ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. നമുക്ക് വേണേൽ ഹോൾഡ് ചെയ്യാം, അല്ല പ്രോഫിറ്റ് ലെവലാണ് ഇവിടെ എക്സിറ്റ് ചെയ്ത് തിരിച്ച് രണ്ടാമത് കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പോലെ ഇവിടുന്ന് ഡൗൺ സൈഡ് ഇറങ്ങി, ഇവിടുന്ന് റിട്രേസ്മെന്റ് പോയി തിരിച്ച് സപ്പോർട്ട് നെക്സ്റ്റ് അടിച്ച് പിന്നെ ഇറങ്ങി, ഇവിടുന്ന് പിന്നെ റിട്രേസ്മെന്റ് ആയി. ഇതൊരു ബൈ അല്ല, റിട്രേസ്മെന്റ് ആണ്. അവിടെ തിരിച്ച് പിന്നെ ഇറങ്ങും സോഫ്റ്റ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് കയറിയിട്ട് ഒന്ന് ഇടിഞ്ഞ് ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുത്ത് അവിടുന്ന് നേരെ കയറിയിട്ടുണ്ട്. അവിടുന്ന് അപ് ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂഷൻ ആണ്. 650 പോയിന്റ്സോളം നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതേപോലെ സിൽവറിൽ ഇന്നത്തെ ട്രേഡ് അപേക്ഷ കിട്ടി. ഇന്നാണ് നമുക്ക് ബൈ വന്ന്, ഇന്നലെ സെല്ലായിരുന്നു. ഇന്ന് ബൈ വന്ന കൺഫർമേഷൻ നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ നമുക്ക് കൺഫേം ആയി കിട്ടിയും മേളിലത്തെ ക്യാൻഡിൽ കളർന്ന് കിട്ടിയതും ഈ ഒരു ക്യാൻഡാണ്. അവിടുന്ന് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്താണ് കയറിയിരിക്കുന്നത്. അവിടുന്ന് ഫസ്റ്റ് ഹൈക്ക് അടിച്ചിട്ട് പിന്നെ തിരിച്ച് ഡിപ്പ് അടിച്ച് പിന്നെ കയറി. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണേ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് നമുക്ക് ഈ മാർക്കറ്റ് കുറച്ചിറങ്ങി പിന്നെ തിരിച്ച് കയറാൻ നോക്കുമ്പോൾ അവിടെ എടുക്കാം. താഴത്തെ ഗ്രീൻ ആണ് നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് തന്നെയാണ് നമ്മുടെ സോഫ്റ്റ് പറയുന്നത്. അതല്ല ട്രേഡ് ഫസ്റ്റ് മിസ് ആയവർക്ക് അവിടുന്ന് ആ ട്രെൻഡ് ലൈൻ തിരിച്ച് കയറുമ്പോൾ, ഈ ലൈൻ തിരിച്ച് കയറുമ്പോൾ അവിടുന്ന് അടുത്ത ട്രേഡ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ലൈവ് സെക്ഷൻ, അതായത് എങ്ങനെ വർക്ക് ചെയ്യണം ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.